ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മു സൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ ഒരു വെജിറ്റബിൾ ഗാർഡൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അതൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. 2-3 വെജിറ്റബിൾസേ ഉള്ളൂ. സോ അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ തോട്ടത്തിലുള്ളത് പീച്ചിങ്ങയാണ്. 2-3 പീച്ചിങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം പറിക്കാറൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പം പറിക്കുമ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാദ്യമേ വളഞ്ഞായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇതിൻ്റെ തുമ്പത്ത് ഒരു വള്ളിയിലൊരു കല്ല് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്ട്രെയിറ്റ് ആയി കിട്ടുമെന്നുള്ളത്. അപ്പം ഞങ്ങളങ്ങനെ കെട്ടിയിട്ടപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. വലുതായി വന്നപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം സ്ട്രൈറ്റ് ആയി വന്നിട്ടുണ്ട് ചുരുണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഹാക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ട് തരുന്ന ഒരു ഹാക്കാണ് ഇത്. നല്ല ചുരുണ്ടിട്ടായിരുന്നു വരുന്നത്. ഇപ്പോൾ അത്യാവശ്യം വലുതായി, ചെറുതിലേ തന്നെ നമ്മൾ കെട്ടിയിടണം, എങ്കിലാണ് വലുതാവുമ്പോൾ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റില്ല. കുറച്ച് ഇവിടെ എന്താ പറയുക, തെങ്ങിൻ്റെ ഓലയും അതൊക്കെ ആയിട്ട് കുറച്ച് ഇതൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അകലത്തുനിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പീച്ചിങ്ങ. അടുത്തതായിട്ടുള്ളത് പാവലയാണ് കേട്ടോ. പാവയ്ക്ക് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാണികളൊക്കെ കുത്താണ്ടിരിക്കാൻ വേണ്ടി നമ്മളത് പേപ്പറിൽ കുമ്പിൾ കുത്തി ഇങ്ങനെ ഇടും. അപ്പോൾ നമുക്ക് പ്രാണികളൊന്നും കുത്താണ്ട് തന്നെ നമുക്ക് പാവക്കകൾ കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ അത്യാവശ്യം പറിക്കാറായിട്ടുണ്ട്. ഞങ്ങൾ 2-3 പറിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി പറിക്കുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാവയ്ക്കകൾ. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാവയ്ക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങോട്ടും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അവിടെയുണ്ട് 2-3. പിന്നെ ഇതാ ഇപ്പോൾ പുതിയതായിട്ട് കുറേ പൂക്കളും കായ്ക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അടുത്തതായിട്ട് ഇതാണ് കേട്ടോ. ഇത് ഞങ്ങൾ വാങ്ങി വെച്ചപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിലേ തന്നെ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കായ്കളൊന്നും അങ്ങനെ തരാറില്ല. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിതിനെ ഉപേക്ഷിച്ച ഒരു ചെടിയായിരുന്നു. പക്ഷേ ഇതിലൊരു കായ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും, ഉപേക്ഷിച്ചതാണെങ്കിലും. അങ്ങനെ ഇതാ ഒരു കായ ഉണ്ടായിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഓർക്കണില്ല. ഇതെന്താണെന്ന് ഞങ്ങൾ ഓർക്കുന്നില്ല. കുക്കുംബറാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ആദ്യം. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കുറച്ചുകൂടി വലുതാവുമോ എന്ന് നോക്കാം. വലുതാവുകയാണെങ്കിൽ മനസ്സിലാവുമല്ലോ. ഇത് നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അത് ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുഞ്ഞിലേ തന്നെ പഴുത്ത് ചീഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ അതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളൊന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അടുത്തതായിട്ട് ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഉണ്ടമുളകാണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും ശരിക്കും എനിക്കും അറിയില്ല. കണ്ടില്ലേ, ഇതുപോലത്തെ മുളകാണ് ഇതിലുണ്ടാവുന്നത്. നല്ല എരിവാണെന്ന് പറഞ്ഞാൽ നല്ല എരിവാണ്. ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ട്, താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിലൊരുപാട് മുളകുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒരുപാട് മുളകുകൾ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് മുളകുകൾ ഇത് തന്നിട്ടുണ്ട്. ഇന്ന് രാവിലെയും കൂടി പറിച്ചതേ ഉള്ളൂ. ഇതാണ് ഞങ്ങളിപ്പോൾ കൂടുതലും കറികൾക്കൊക്കെ ഇടാറ്. നല്ല എരിവാണ്. 2 ഇടുമ്പോൾ തന്നെ നല്ല എരിവാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചാർജ് നല്ല ലോ ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി പ്ലാന്റ്സും ചെടികളും എല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.